ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് IT പാർക്കുകളായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, അതേപോലെ കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. ഇതിൽ നമ്മൾ ഫ്രഷേഴ്സിനുള്ളതും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുമുള്ള വേക്കൻസീസ് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല IT മേഖലയിൽ നിന്നുള്ള വേക്കൻസീസ് മാത്രമല്ലാതെ നോൺ IT മേഖലയിൽ, അതായത് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മുതലായ മേഖലയിലുള്ള വേക്കൻസീസും ഈ പറയുന്ന സൈബർ പാർക്കിലും നമ്മുടെ ഇൻഫോ പാർക്കിലും ഒക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ ആ ഒരു വേക്കൻസീസ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത ഏതാണ്, ഏതൊക്കെ കമ്പനിയിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഫ്രഷേഴ്സിനുള്ള ഒരു അവസരം നോക്കാം. ഫ്രഷേഴ്സിനുള്ള ഈ ഒരു അവസരം വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന സോ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. സോ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഒരു റിക്രൂട്ട്മെന്റ് വാക്കിൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇത്. ഓപ്പർച്യൂണിറ്റീസ് പല മേഖലയിലുള്ള വേക്കൻസീസ് വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എൻട്രി ലെവൽ പൊസിഷൻസ് ആണ്. കാരണം എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനല്ല അവർ ഹയർ ചെയ്യുന്നത്, പകരം ഫ്രഷേഴ്സിനെയാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് വെച്ചാൽ റീസെന്റ് ഗ്രാജുവേറ്റ് ആണ്. അത് ഏത് വിഷയത്തിലായാണെങ്കിലും കുഴപ്പമില്ല. റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയ ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാക്കിൻ ഡ്രൈവിൽ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു വാക്കിൻ ഡ്രൈവിൽ പങ്കെടുക്കുക. വാക്കിൻ ഡ്രൈവ് വരുന്ന തീയതി എന്ന് വെച്ചാൽ ഏപ്രിൽ 21-നാണ്. രാവിലെ 10 മണി ടു ഈവനിങ് 5 മണി വരെയാണ് ഈ ഒരു വാക്കിൻ ഡ്രൈവ് നടക്കുന്നത്. അതിന്റെ വെന്യൂ പറയുകയാണെങ്കിൽ സഹ്യ ബിൽഡിംഗ്, സൈബർ പാർക്ക്, GA കോളേജ് PO, കാലിക്കറ്റ് ആണ് വരുന്നത്. നിങ്ങളുടെ റെസ്യൂമെ ആദ്യം അയച്ചു കൊടുക്കുക. റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് ഇതാണ്, recruit@zoindia.in എന്നാണ്. സോ ഇതാണ് ആദ്യം വരുന്ന ഫ്രഷേഴ്സിനുള്ള ഒരു അവസരം. ഇനി നമുക്ക് മറ്റ് വേക്കൻസീസിലേക്ക് നോക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ബീനിക്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ പൊസിഷനിൽ അവർക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി ആണ് അധികം വന്നിട്ടുള്ളത്. ആംഗുലർ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, 2+ years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പൈത്തൺ ജാങ്കോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. QA ലീഡിന്റെ വേക്കൻസി ഉണ്ട്. UI ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. UX ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. പ്രോഡക്റ്റ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. ടെക്നിക്കൽ റൈറ്റർ ഉണ്ട്. അതേപോലെ സീനിയർ കണ്ടന്റ് റൈറ്ററിന്റെ ഒക്കെ വേക്കൻസി വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ റെലവെന്റ് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് careers@BEINEX.com എന്നാണ്. CVയിൽ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുക, ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് സബ്ജക്ട് ടാഗിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുകൂടാതെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ആയിരിക്കണം അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ID, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള മൈൻഡ് കർവ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ക്ലൗഡ് ഡെവോപ്സ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഇതാണ് അവർ പറയുന്ന റിക്വയർഡ് സ്കിൽസ്. ലിനക്സിലൊക്കെയാണ് അവർ സ്കിൽസ് ചോദിക്കുന്നത്. അതുകൂടാതെ ക്ലൗഡ് പ്ലാറ്റ്ഫോം എഞ്ചിനീയറിന്റെ വേക്കൻസിയും വരുന്നുണ്ട്. വിവിധ ലൊക്കേഷനുകളിലേക്ക് അവർക്ക് വേക്കൻസി ഉണ്ട്. കൊച്ചിയിലുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, ട്രിവാൻഡ്രം മുതലായ ലൊക്കേഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ആ ഒരു റെലവെന്റ് സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. sona.manadikaalathil@mindcurve.com എന്നാണ് അവരുടെ ഒഫീഷ്യൽ HR ഇമെയിൽ ID വരുന്നത്. സോ ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഫോ പാർക്കിലാണ്. പക്ഷേ ഈ ഇൻഫോ പാർക്ക് വരുന്നത് നമ്മുടെ തൃശ്ശൂരിലാണ്. ഇൻഫോ പാർക്ക് കൊരാട്ടി തൃശ്ശൂരിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. വിവിധ പൊസിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജിവൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പറിന്റെ ഒരു വേക്കൻസി ഉണ്ട്. 5+ years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. Node.js ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ .NET Core ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. സോ 5+ years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, 5+ years above ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അടുത്ത അവസരം വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലുള്ള കമ്പനിയിലാണ്. ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ടെക്നിക്കൽ പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 5 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് വരുന്നത്. കമ്പനിയുടെ പേര് വരുന്നത് iocod.com എന്നാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ iocod.com വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കയറി കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി ഡീറ്റെയിൽസും അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അടുത്ത വേക്കൻസിയും ഈ പറയുന്ന സെയിം കമ്പനിയിലാണ്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. ഗ്രാഫിക് ഡിസൈനർ പൊസിഷനിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. 0 to up to ഒരു 2 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡോബ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്ററിലൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് അല്ല മറിച്ച് സ്കിൽസ് ചോദിക്കുന്നത്. സെയിം കമ്പനിയിലാണ്. ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് സൈബർ പാർക്ക് കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. വ്യൂസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. 2+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ERP സോഫ്റ്റ്വെയറിലുള്ള നോളജ് ആണ് പറയുന്നത്. റിയാക്ട് നാറ്റീവ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2 ഇയേഴ്സ്. റിയാക്ട് JS ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 2+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 2+ ഇയേഴ്സ് എക്സ്പീരിയൻസ് അബവ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ്, ഞാൻ പറഞ്ഞ non-IT മേഖലയായ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഇന്ത്യ, KSA, ബഹ്റൈനിലൊക്കെയാണ് നിങ്ങൾ ആ ഒരു വർക്ക് വരുന്നത്. 2+ ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 1+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതുകൂടാതെ ഓഡോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. കൊച്ചിയിലുണ്ട്, കാലിക്കറ്റിലുണ്ട്, ബാംഗ്ലൂരിലൊക്കെയാണ് ഈ വേക്കൻസി വരുന്നത്. 2+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ നമ്മുടെ സൈബർ പാർക്കിലും ഇൻഫോ പാർക്കിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രഷേഴ്സിനൊക്കെ ഈ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നല്ലൊരു അവസരമാണ്. കാരണം ഏത് മേഖലയിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു വാക്കിൻ ഡ്രൈവിന് പങ്കെടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ജസ്റ്റ് ഏതെങ്കിലും ഡിഗ്രി പാസ് ഔട്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൂടി ആ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട IT പാർക്കുകളിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലാസ്റ്റിലേക്ക് വെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റ് ഫോൺ നമ്പർ ആണോ ചെക്ക് ചെയ്യുക, കറക്റ്റ് ഇമെയിൽ ID ആണോ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കാണ് കോൾ വരിക. അതേപോലെ നിങ്ങളുടെ ഒരുപക്ഷെ മെയിലിലേക്കായിരിക്കും അവർ അപ്ഡേറ്റ്സ് തരിക. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CVയും ഫോൺ നമ്പറും കയ്യിൽ കരുതുക. ആ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.